നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 5 തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ട മനുഷ്യൻ, ഇംഗ്ലണ്ടിലും സ്പെയിനിലും ഇറ്റലിയിലും ലീഗ് കിരീടം ചൂടിയ മനുഷ്യൻ, ക്ലബ്ബ് വേൾഡ് കപ്പിൽ പലതവണ മുത്തമിട്ട മനുഷ്യൻ, യൂറോ കപ്പ് കിരീടം ചൂടിയവൻ, യുവേഫ നേഷൻസ് ലീഗിൽ മുത്തമിട്ടവൻ, അങ്ങനെയുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നലെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ സൗദി അറേബ്യയിലെ കിങ്സ് കപ്പിൽ തൻ്റെ ടീം തോറ്റതിന് പൊട്ടിക്കരയുന്നു. ഇതാണ് ഈ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. എത്ര നേട്ടങ്ങൾ നേരത്തെ നേടിയിട്ടുണ്ട് എന്നുള്ളതല്ല, അദ്ദേഹം കളിക്കുന്ന ഓരോ കളിയിലും സർവം സമർപ്പിച്ച് കളിക്കുന്നു. തൻ്റെ ടീം വിജയിക്കണം, അതിനുവേണ്ടി മാത്രമാണ് കളിക്കളത്തിൽ നിൽക്കുന്നത്. പോയ കാലത്തെ പ്രതാപത്തിളക്കത്തിൽ തനിക്ക് അങ്ങനെ നിൽക്കേണ്ട, കളിക്കളത്തിൽ നിൽക്കുന്നത് ഇപ്പോഴത്തെ വിജയത്തിൽ, ഇപ്പോഴത്തെ പ്രകടനത്തിൽ, ഇപ്പോഴത്തെ മികവിലാവണം എന്ന് അയാൾക്ക് വലിയ വലിയ നിർബന്ധമുണ്ട്. ഏത് ടീമിന് വേണ്ടി കളിക്കുമ്പോഴും ആ ടീമിനായിട്ട് സർവം സമർപ്പിച്ച് കളിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ. അത് തന്നെയാണ് അയാളെ വ്യത്യസ്തനാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യൻ സൗദി അറേബ്യയിലെ ഏഷ്യൻ മണ്ണിലെ ഒരു രാജ്യത്തെ കിങ്സ് കപ്പ് പോലുള്ള ഒരു കളി പരാജയപ്പെട്ടതിന് ഇങ്ങനെ കിടന്ന് കരയുന്നത്. ഷൂട്ടൗട്ടിൽ ടീം വീഴുമ്പോൾ അദ്ദേഹം മുഖം പൊത്തി വീഴുകയാണ്. പിന്നെ അദ്ദേഹം കളി കഴിഞ്ഞിട്ടിരുന്ന് പൊട്ടിക്കരയുന്ന കാഴ്ച, അതിൻ്റെയൊക്കെ വീഡിയോകൾ ഇപ്പോൾ വലിയ രൂപത്തിൽ പ്രചരിക്കുന്നു. നോക്കുക നിങ്ങൾ, ഫുട്ബോൾ ലോകം കീഴടക്കിയ ഒരു മനുഷ്യൻ, താരതമ്യേന അത്ര വലിയ വിലയൊന്നും ഇല്ലാത്തൊരു ടൂർണമെന്റ്. ഇതിപ്പം കിങ്സ് കപ്പ് വിലയില്ലാത്ത ടൂർണമെന്റ് എന്നല്ല പറയുന്നത്. ചാമ്പ്യൻസ് ലീഗുമായിട്ട് തട്ടിച്ചോ യൂറോ കപ്പുമായിട്ട് തട്ടിച്ചോ ഒക്കെ നോക്കുമ്പോ അത്ര പ്രാധാന്യമില്ലാത്തൊരു ടൂർണമെന്റിൽ തോറ്റതിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ കരയുന്നത്. അതും 39ാമത്തെ വയസ്സിലാണ് ഈ ഒരു പാഷൻ കളിയോട് അദ്ദേഹം കാണിക്കുന്നത് എന്നത് നോക്കുക. അവിടെ തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ വ്യത്യസ്തനാവുന്നത്. അതും ഈ സീസണിൽ എന്തൊരു പ്രകടനമായിരുന്നു. ഈ സീസണിലെ ടോപ്പ് സ്കോററാ, അതുകൂടി നോക്കണം. അതും റെക്കോർഡാണല്ലോ. 4 വ്യത്യസ്ത രാജ്യങ്ങളിലെ ലീഗുകളിൽ അദ്ദേഹം ടോപ്പ് സ്കോറർ പട്ടം നേടിയതിന്റെ റെക്കോർഡുണ്ട്. ഇംഗ്ലണ്ടില്, സ്പെയിനിൽ പലവട്ടം, ഇറ്റലിയില്, ഇപ്പോ സൗദിയില് ഒക്കെ ഗോൾഡൻ ബൂട്ട് നേടിയതിന്റെ റെക്കോർഡ് കൂടി കയ്യിലുള്ള മനുഷ്യനാണ് ഈ ഒരു ടൂർണമെന്റിന്റെ ഫൈനലിൽ, അതും പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വീണ് പോയതിന് പൊട്ടിക്കരയുന്നത്. ഏതായാലും അത് ആരാധകർക്ക് ഒരു സങ്കട കാഴ്ചയാണ്. പക്ഷേ അതാണ് ആ മനുഷ്യന്റെ കരുത്തും. ഈ പ്രായത്തിലും എല്ലാ കളിയിലും ആവേശത്തോടുകൂടി, പാഷനോടുകൂടി ഇറങ്ങാൻ കഴിയുന്നു എന്നുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.